കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹലോ ശ്രീനിഷ്. ശ്രീനിഷ്, ഞാൻ ബോബിയാണ്. എന്താ ബോബി? സാനിക്ക് ഒരു ആക്സിഡന്റ്. എങ്ങനെ? എപ്പോ? എവിടെ? എന്ത് പറ്റിന്ന് പറ. ഹലോ, അവിടെ എന്താ ഒരു ബഹളം? ഒന്നുമില്ല ചേച്ചി, ഇവിടെ This is my future mate, ശ്രീനിഷ്. എല്ലാരും നിന്നെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. നീ ഇവന്റെ കാര്യമാണ് പറഞ്ഞോണ്ടിരുന്നേ, ചുള്ളൻ. He's so handsome. ഇപ്പൊ മനസ്സിലായോ ഞാൻ ഈ ചുള്ളനെ എന്തിനാ സെലക്ട് ചെയ്തതെന്ന്? എല്ലാരും കണ്ടോ? He is so hot. ഇവന്റെ കണ്ണുകൾ എത്ര ക്യൂട്ടാണെന്ന് നോക്ക്. So sexy. He is so cute. സരു, നീ എന്തായി കാണിക്കുന്നേ? വാ വീട്ടിലേക്ക് പോ. അവിടെ എല്ലാരും ഭയങ്കര ടെൻഷനില്ല. വാ. വിടുന്നേ, അവരെയൊക്കെ നമുക്ക് പിന്നെ ഡീൽ ചെയ്യാം. എല്ലാരും നോക്കിട്ട് പറയ്, എന്റെ ഈ ചുള്ളന് മിഡിൽ ക്ലാസ് ലുക്കാണോ? ഏതെങ്കിലും ഒരു കോണിന്ന് നോക്കിയാ അങ്ങനെ പറയാൻ പറ്റോ? ഒന്ന് പറഞ്ഞേ. നോ, ഇവ മിഡിൽ ക്ലാസ്സോ? ഒരിക്കലുമില്ല. നമ്മുടെ കൂട്ടത്തിൽ കൂടെ സകല യോഗ്യതയുണ്ട്, നമുക്ക് ശരിയാക്കി എടുക്കാന്നേ. കണ്ടില്ലേ ബേബി, എന്റെ ഫിയാൻസി ആയതുകൊണ്ടാ നിനക്ക് ഈ കോംപ്ലിമെന്റ്സ്. ഞാൻ നിന്റെ ഫിയാൻസിയാണ്, ഓക്കെ. പക്ഷെ ഞാനിവിടെ ഒരു കാഴ്ച വസ്തുവല്ല. കാഴ്ച വസ്തു? നീയോ? ആരാ അങ്ങനെ പറഞ്ഞേ? നീ എന്റെ പ്രാണനല്ലേടാ. എന്റെ കൈ പിടിച്ച് നടക്കാനുള്ളതല്ലേ. ഞാൻ വീണ എന്നെ താങ്ങാനുള്ളത് ആരാ? എന്റെ ലൈഫിന്റെ ഒരു ഭാഗമല്ലേ നീ. എന്റെ ലൈഫ് തന്നെ നീ അല്ലേടാ. മതി പ്ലീസ്, നമുക്ക് വീട്ടിലേക്ക് പോവാം. നീ എന്നോട് കൽപ്പിക്കുക ഈ സാനിയോട്? അതും എന്റെ ഫ്രണ്ട്സിന് മുമ്പിൽ വെച്ച്? കൽപ്പിച്ചതല്ല, കുറച്ച് സെൻസിബിൾ ആയിട്ട് പെരുമാറാൻ പറഞ്ഞതാ സാനിയ. ഇതൊരു മാതിരി. നീ കൊച്ചു കുഞ്ഞൊന്നുമല്ല സാനിയ. എന്റെ ചേട്ടന്റെ ഗിരിധറിന്റെ പെറ്റാ ഞാൻ. കൊച്ചു കുഞ്ഞേട്ടൻ തന്നെയാ എന്റെ ഏട്ടൻ എന്നെ കെയർ ചെയ്യുന്നേ. ഞാൻ പറയുന്ന എന്തും എന്റെ ഏട്ടൻ എനിക്ക് വാങ്ങിത്തരും. നിന്നെ വേണോന്ന് പറഞ്ഞു, നിന്നെ മേടിച്ചു തന്നു. അതിന്റെ കോമ്പൻസേഷൻ ആയിട്ടാ ഏട്ടൻ നിന്റെ പെങ്ങളെ കെട്ടാന്ന് വെച്ചത്. മനസ്സിലായോ? നിന്റെ ലെവല് ഞാൻ കൂട്ടി തന്നതിന് നീ എന്നോട് നന്ദി കാണിക്കണം. നന്ദി. നീ എന്നോട് വായടക്കാൻ പറയുന്നോ? ഹൗ ഡെയർ യു! എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നീ ആരാ? നീ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലേ അതിന്റെ പിന്നിൽ ഈ ഞാനാ. നിനക്ക് ലൈഫ് ഉണ്ടാക്കി തന്നത് ഞാനാ.
ഞാൻ ഒരാള് കാരണം മാത്രമാ ഇന്ന് നിന്റെ കുടുംബത്തിന് ഒരു സ്റ്റേറ്റസ് ഉണ്ടായത്. അല്ലായിരുന്നേ എന്റെ ചേട്ടൻ നിന്റെ ഒരു വകയ്ക്കും കൊള്ളാത്ത ആ ചേച്ചിയെ കെട്ടാന്ന് വെക്കോ? പൊളിച്ചു സാനിയ. എന്താടി പറഞ്ഞേ? പറയടി, ഒന്നുകൂടി പറയടി. കൊന്നു കളയും ഞാൻ. മാറി നിൽക്കണം. സാനിയ, ആർ യു ഓക്കേ? നീ എന്നെ തല്ലിയല്ലേ? നോക്കിക്കോ, കാണിച്ചു തരാ ഞാൻ, കാണിച്ചു തരാടാ. അച്ഛൻ ഉറങ്ങിയില്ലേ? അത് പിന്നെ അവൻ വന്നില്ലല്ലോ മോളെ. അവൻ വിളിച്ചു പറഞ്ഞല്ലോ അച്ഛൻ അവിടെ പ്രശ്നമൊന്നും ഇല്ലാന്ന്. എന്നാലും അവൻ വന്നില്ലല്ലോ ഇതുവരെ. അവൻ വന്നോളൂ. നമ്മുടെ ശ്രീകുട്ടൻ ഇപ്പോ മുതിർന്നില്ലേ അച്ഛാ? വേണ്ടത്ര കാര്യപ്രാപ്തിയും തിരിച്ചറിവും ഒക്കെ അവന്. അവൻ സ്വന്തം കാര്യം മാത്രമല്ല സാനിയുടെ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നോക്കോളൂ. എനിക്കത് ഉറപ്പാ. അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട, പോയി കിടന്നേ. മോളെ സുമി, ഒരു മിനിറ്റ്. മോളെ ഇരിക്ക. എന്താ അച്ഛാ? ഇരിക്കും മോളെ. എന്താ അച്ഛാ അത്? പറയാം മോളെ. നോക്കുമോളെ, ഗോൾഡ് പ്ലേറ്റഡ് വാച്ചാ. അച്ഛന് റിട്ടയർമെന്റിന്റെ അന്ന് കിട്ടിയതാ. ഇത് പിറന്നാൾ സമ്മാനമാ. കൂട്ടുകാർ 1-2 പേര് ചേർന്ന് തന്നതാ. പ്രമോഷൻ കിട്ടിയതിന്റെ ഇൻക്രിമെന്റ് കൊണ്ട് വാങ്ങിയതാ. എന്നിട്ട് അച്ഛൻ എന്താ ഇതൊന്നും ഉപയോഗിക്കാതെ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നേ? റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോ കിട്ടിയതും കൂട്ടിവെച്ച് സ്വരൂപിച്ച ചിട്ടിക്കാശും കൊടുത്ത് വാങ്ങിയതാ ഇതൊക്കെ. ജീവിതത്തിൽ ഞാൻ വില കൂടിയത് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമാ. അമ്മയുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് കാര്യം? നിന്റെ കല്യാണം. നിന്നെ കെട്ടാൻ പോകുന്ന ആൾക്ക് സമ്മാനമായി കൊടുക്കാൻ അന്നേ എടുത്തു വെച്ചതാ ഞാനിതൊക്കെ. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനിത് കാത്തുവെച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട്? ഒരുപാട് ഇഷ്ടായി. പക്ഷേ വലിയ വിലയായി കാണില്ലേ? അതെ, ഇതിന് നല്ല വിലയായി. ഓഫീസിൽ നിന്ന് ലോൺ എടുത്താ വാങ്ങിയത്. ബുദ്ധിമുട്ടിയാണെങ്കിലും അതൊക്കെ പിന്നെ സാവധാനം അടച്ചു തീർത്തു. അക്കാലത്തൊന്നും നിന്റെ അമ്മ ഒരു സിനിമ പോലും കണ്ടിട്ടില്ല. നിന്റെ അമ്മയും ഞാനും പണത്തിന്റെ ഞെരുക്കം ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. എല്ലാ ഐശ്വര്യത്തോടും നീ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത് കാണാൻ ഞങ്ങൾ ശരിക്കും മുണ്ട് മുറുക്കി തന്നെയാ ജീവിച്ചിട്ടുള്ളത്. അതിന്റെയൊക്കെ പ്രതിഫലമാകും ദൈവം ഇപ്പൊ തന്നത്.
വലിയൊരു കോടീശ്വരന്റെ വീട്ടിലേക്ക് ചെന്ന് കയറാൻ നിനക്ക് കിട്ടിയ ഈ ഭാഗ്യം. നമ്മുടേതുപോലൊരു മിഡിൽ ക്ലാസ് കുടുംബത്തിലൊരു പെൺകുട്ടി ഉണ്ടായാൽ അവളുടെ കല്യാണത്തിനുള്ള ഒരുക്കം വീട്ടുകാരപ്പോഴേ തുടങ്ങും. കാരണം കല്യാണത്തിന്റെ സമയമാവുമ്പോ കയ്യിൽ എന്തെങ്കിലും മിച്ചം ഉണ്ടാവുമെന്ന് പറയാനൊക്കില്ലല്ലോ. അങ്ങനെയൊക്കെ കരുതിയാ ഞങ്ങൾ ഇതൊക്കെ സ്വരുക്കൂട്ടി വെച്ചത്. പക്ഷേ ഒക്കെ വെറുതെ ആയില്ലോന്ന് ഓർക്കുമ്പോ. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞ? മോളെ, നമ്മളെപ്പോലുള്ള ഒരു കുടുംബക്കാർക്കാണ് ഞാനിതൊക്കെ കൊടുക്കുന്നതെങ്കിൽ അവർക്കിതൊക്കെ വലിയ കാര്യമായി തോന്നിയേനെ. പക്ഷേ ഗിരിധരന്റെ വീട്ടിൽ ഞാനിതൊക്കെ കൊണ്ടുചെന്നാൽ ഇതിന് വല്ല വിലയുണ്ടാവുമോ? ഇതൊന്നും അവരുടെ അതിസമ്പന്നതയ്ക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് അച്ഛന് നന്നായി തിരിച്ചറിയാം. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ തീരെ ചെറുതായ പോലെ തോന്നുന്നു മോളെ. അങ്ങനൊന്നും പറയല്ല അച്ഛാ. ഇതെനിക്ക് വേണം. ഇത് മാത്രം മതി എനിക്ക്. നീ കരയരുത് സുമിതേ. നമ്മുടെ ഈ ജീവിതം ഒന്ന് ഉറപ്പിച്ചെടുക്കാൻ അതിനും വേണ്ടി ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ വാങ്ങുമ്പോ എന്റെ മോള് ചിരിക്കണം. എങ്കിലേ ഇതിനൊക്കെ ഒരർത്ഥം ഉണ്ടാവൂ. ഭാര്യയെ പേടി കാരണം ഒരുത്തൻ രണ്ടെണ്ണം അടിക്കാൻ പെടുന്ന പാട് കണ്ടോ? പേടിയോ? എനിക്കോ? ആര് പറഞ്ഞു? ലേശം ഒരു ഭയം പോലെ, അത്രേ ഉള്ളൂ. ഓ എടാ, ഇന്ന് രാത്രി എനിക്ക് നിന്റെ കൂടെ അടിച്ചു പൊളിക്കണം. എടാ, അവളെങ്ങാനും പറഞ്ഞ പിന്നെ ചോദ്യമായി, പറച്ചിലായി, ഓടക്കായി, ബഹളമായി. അതൊക്കെ ഒഴിവാക്കാനാ ഞാൻ നോക്കുന്നു. നിനക്കിതൊന്നും ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ കാണാം. പിന്നെ നീ വെള്ളം ചേർക്കാതെ കുപ്പിയോടെ കമുത്തുന്നത്. ഇന്നെന്റെ ഗുണ്ടുമണിയുടെ കല്യാണ നിശ്ചയം നടന്നതിന്റെ ആഘോഷ. ഗുണ്ടുമണി നിന്റെ പിതാവ് ആരുടെങ്കിലും മുമ്പിൽ വെച്ചായിരുന്നെങ്കിലേ നിനക്ക് കിട്ടിയാൻ എന്റെ കയ്യിൽ നിന്ന്. ശരി ശരി, എന്തായാലും നമുക്ക് തുടങ്ങാം. Cheers! പിള്ളേരെയൊക്കെ കിടത്തി ഇറക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. അല്ല പിന്നെ എന്റെ ഗിരി, ഇനി ഈ ഡ്രിങ്ക്സ് ഒക്കെ ഒന്ന് കുറയ്ക്കണം. അതെ, എന്റെ അക്കുനെ പോലെ ആവണം. ഹീ സച്ച് എ ഫാമിലി മാൻ. ഹോ, എൻഗേജ്മെന്റിന്റെ കാര്യങ്ങൾക്കൊക്കെ ഓടി നടന്നിട്ടേ ഭയങ്കര സ്ട്രെയിൻ ആയി പോയി. പിന്നെ ഫുൾ ഉത്തരവാദിത്തം നിനക്കായിരുന്നല്ലോ. അതെല്ലോ, അല്ലെങ്കിൽ ഗിരി പറയട്ടെ. അത് ശരിയാ. നിന്നെ പോലെ റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാ ഞാൻ പിള്ളേരെ കെടുത്തിട്ട് ഇങ്ങോട്ട് ഓടി പോകുന്നത്. ആൻഡ് തണുത്ത കോള ഈസ് സോ റിലാക്സിങ്. അയ്യോ അയ്യോ, അത് കുടിക്കല്ലെന്നല്ലേ പറഞ്ഞത്? എന്താ കോളയല്ലേ? ചിരിച്ചോ? ചാട്ടം കണ്ടാ തോന്നും നിന്റെ റമ്മ ഞാനെടുത്ത് അടിച്ചോണ്ടിരിക്കുന്നേ. കുടിക്കില്ല അത്. അത് പണ്ടാറ വലിച്ചു കേട്ടല്ലേ. സ്നേഹം നിർത്ത്. എന്താ കരള് കത്തിക്കുന്ന സാധനം കണ്ണു അടച്ച് കമിഴ്ത്തുന്ന നിനക്ക് ഞാനൊരു ലേശം കോള കുടിക്കുന്നതാണോ പ്രശ്നം? ആഹാ, ഇതിനൊരു പ്രത്യേക ടേസ്റ്റാ. നല്ല മധുരം, കൊള്ളാം. പതുക്കെ. ഇതേത് കണ്ടീഷനിലാണ് തിരിച്ചു പോകുന്ന ദൈവത്തിനറിയാം. ഇങ്ങനെ വിഴുങ്ങുന്നത് എന്തിനാ? കുറച്ച് കുറച്ചായിട്ട് കുടിച്ചാ പോരെ? അതെ, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നല്ല ക്ഷീണം ഉണ്ടെന്ന്, നല്ല ദാഹമുണ്ട്. സ്നേഹം അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? എന്നോട് പറ, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. കുപ്പി എവിടെ? മതിന്ന് പറഞ്ഞില്ലേ? നിനക്കിതൊരു മാസത്തേക്കായി. ഫിനിഷ്ഡ്. വെരി ഗുഡ്. നല്ല ടേസ്റ്റ്. ഇനിയുണ്ടോ?
ആ അതപ്പൊ നന്നായി. എങ്ങനെ ഉണ്ട്? മതി മതി എന്ന് പറഞ്ഞ മതി. ആഹാ എന്താ ഒരിത്, ആകെ മൊത്തം സുന്ദരം. ദാ ആ പൂവ് കണ്ടോ, നല്ല സുന്ദരി പൂവ് അല്ലേ? താങ്ക് യു. ഏതു പൂ? ഹായ്, ഈ മുറിയും നല്ല സുന്ദരായിട്ടുണ്ട്. ആ താങ്ക് യു. ഈ ലോകത്ത് ഏറ്റവും സുന്ദരൻ ആരാന്നറിയോ? നോക്ക്, എന്റെ സ്വന്തം അക്കു. സത്യത്തിൽ ഗിരിയും സുന്ദരനാട്ടോ. ഓ നോക്കടാ, ഗിരി ആള് സുന്ദരനല്ലേ? ആണോ? കണ്ട പറയില്ല കേട്ടോ. പക്ഷെ ശരിക്കും കാണാൻ സുന്ദരി ആരാന്നറിയോ? അറിയോ? പറ. അറിയില്ലല്ലോ, എന്നാ ഞാൻ പറയാം. നമ്മുടെ സുമിത. അയ്യോ സോറി സോറി സോറി, ഗിരിയുടെ സുമിത. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ലേ? അതെ അതെ, സുമിത നല്ല സുന്ദരിയാ. സുന്ദരിയാ. നിന്നോട് ആരാ ചോദിച്ചേ? ചോദിച്ചാ തന്നെ നീ അതിന് ഉത്തരം പറയണ്ട, മനസ്സിലായോ? പറഞ്ഞ കൊല്ലും ഞാൻ. അതെ, അവൻ പറഞ്ഞോളൂ കേട്ടാ. ആ ഗിരി പറഞ്ഞേ, സുമിത അതിസുന്ദരിയാണ്. പറയ്. സുന്ദരിയാണ്. ആര്? സുമിത. ഇനി എനിക്ക് ഇതിന്റെ വീഡിയോ എടുക്കണം. ക്യാമറ എവിടെ? ക്യാമറ എവിടെ? ക്യാമറ എടുക്ക്, ക്യാമറ എടുക്ക്. ഇനി ഇത് ഓണാക്ക്, ഓണാക്ക്, ക്യാമറ ഓണാക്ക്. ആ അത് തന്നെ, അത് തന്നെ. താങ്ക്സ് താങ്ക്സ്. ഗിരി ഗെറ്റ് റെഡി. ഓക്കെ, ഞാനിപ്പോ സ്റ്റാർട്ട് പറയുമ്പോ പറയണേ. അല്ല ഇത് എന്തായത്? ഓക്കെ സ്റ്റാർട്ട്. ഞാനത് പറഞ്ഞല്ലോ. ഡയലോഗ് പറയടാ അങ്കിൾ പെണ്ണേ. കണ്ടോ, നീ ഈ കളിയാക്കുന്ന ധൈര്യത്തിലാ ഇവളിങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. പറ ഗിരി, ക്യാമറ ഓണാണ്. ഡാ ആകാശ്, പ്ലീസ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ. ഞാൻ എന്ത് പറയാനാ, നീ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. പ്ലീസ് ഒന്ന് പറ എന്റെ ഗിരി. സുമിത വളരെ വളരെ സുന്ദരിയാണ്. ഒന്ന് പറയടാ, എനിക്ക് വേണ്ടിട്ടല്ലേ. സുമിത ലോകോത്തര സുന്ദരിയാണ്. മതിയാ? ആ ഇതാണ് ഇതാണ് പറയേണ്ടത്. ഇത് മാത്രമേ പറയാൻ പാടുള്ളൂ. ചാവുന്നത് വരെ വേറൊന്നും പറയാൻ പാടില്ല. മനസ്സിലായോ പറഞ്ഞത്? ഏട്ടാ, എനിക്ക് ശ്രേയ കല്യാണം കഴിക്കണ്ട. മോളെ സനു, എന്താ പറ്റിയേ?